ladies and gentlemen, the Lalaten is back with a bang with a movie name called നേര്. കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു ഗംഭീര സിനിമ അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കണ്ടു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അതൊരു ഗംഭീര സിനിമ തന്നെയാവണം. അല്ലെങ്കിൽ ആ സിനിമയെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ആ ഒരു സിനിമ നമുക്ക് സംതിങ് എന്തെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് തരുന്നൊരു സിനിമയായിരിക്കണം. ആ സിനിമകൾ മാത്രമേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഗംഭീര വിജയമാവുള്ളൂ. അല്ലെങ്കിൽ അത്തരം സിനിമകളാണ് ഹൗസ്ഫുള്ളായിട്ട് നിറഞ്ഞു ഓടുള്ളൂ. എൻ്റെ ഓർമ്മയിൽ അവസാനമായിട്ട് ഞാൻ കണ്ടത് കാതലാണ് അങ്ങനെ ഹൗസ്ഫുള്ളായിട്ട് കണ്ടത്. ഈ ഒരു സിനിമയും ഞാൻ ഹൗസ്ഫുള്ളായിട്ടുള്ളൊരു തിയേറ്ററിൽ തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ കരഞ്ഞ് കൈയടിച്ചിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് സിനിമ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ടായിരിക്കും. ആ സിനിമയിൽ അവസാനം കാണിക്കുന്ന ആ ഒരു സംഭവം നമ്മുടെ വിജയമാണ്, നമ്മുടേതാണെന്നൊരു തോന്നൽ സിനിമയ്ക്ക് ജനിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയാണ് സിനിമയുടെ വിജയം. നേരെന്ന് പറഞ്ഞ സിനിമ, ലാലേട്ടൻ്റെ സിനിമ, ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത സിനിമ, ഗംഭീര സിനിമ. സോ നമുക്ക് സിനിമയെ പറ്റിയിട്ട് ഇതൊന്നല്ല ഇനി കൂടുതലായിട്ട് സംസാരിക്കാനുണ്ട്. യു വാച്ചിങ് സ്റ്റീസ് യൂസ്, ഇറ്റ്സ് മീ സ്റ്റീവൻ. ആദ്യമേ തന്നെ സിനിമയുടെ സ്റ്റോറി റൈറ്റർക്കും ഡയറക്ടർക്കും വലിയ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ശാന്തി മായാദേവി നമുക്കറിയാം, വലിയ വലിയ ആളുകളെ മാത്രം ജയിലിൽ നിന്ന് ഇറക്കുന്ന ഒരു വക്കീൽ എന്നുള്ള പേരൊക്കെ ഉണ്ട്. കാരണം മുഖ്യനാദ്യം ഗാനഗന്ധർവൻ സിനിമയിൽ ജയിലിൽ നിന്ന് ഇറക്കുന്ന റോൾ ഉണ്ടായിരുന്നു. ഓൾസോ ലാലേട്ടനെ ദൃശ്യത്തിലുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് വിജയനെ ലിയോയിൽ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ഒരു സ്റ്റോറി എന്നുള്ള നിലയിൽ ഗംഭീര സ്റ്റോറി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓൾസോ ജിത്തു ജോസഫ് ഒരു ഭാഗമാണ്. ഓൾസോ ഡയറക്ഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിത്തു ജോസഫിനെ നമിക്കണം. കാരണം ഈ ഒരു സിനിമയുടെ പ്ലോട്ട് കണ്ടിട്ട് നിങ്ങൾ ഈ സിനിമ എങ്ങനെ ഡയറക്റ്റ് ചെയ്തു, ഈ സിനിമ എങ്ങനെ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോയി എന്നുള്ളത് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആലോചിക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാരണം ചെറിയൊരു പ്ലോട്ടാണ്. സിനിമയുടെ പ്ലോട്ട് ഇത്രയേ ഉള്ളൂ. ഒരു പീഡനം നടക്കുന്നു, ഒരു കുറ്റവാളിയുണ്ട്, ഒരു ഇരയുണ്ട്, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇത് തെളിയിക്കാനായിട്ട് പറ്റുന്നില്ല. എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് തെളിയിക്കുന്നത് എന്നുള്ളതാണ് സിനിമയിലൂടെ കാണിക്കുന്നത്. സിമ്പിളായിട്ടുള്ള പ്ലോട്ട് ബട്ട് വളരെ എൻഗേജിങ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ ക്രൂ മെമ്പേഴ്സൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ യൂഷ്വലായിട്ട് കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ ഒരു ത്രില്ലർ മോഡലൊരു മൂവിയല്ല. അതൊരു ഇമോഷണൽ ഡ്രാമ മൂവി എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പ്രകടനങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ഗംഭീര പഠനം തന്നെ ഞാൻ പറയേണ്ടി വരും. കാരണം അവസാനത്തൊരു ഷോട്ട് ക്ലൈമാക്സിനോട് ചേർന്ന് ലാലേട്ടൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് കണ്ണാട വയ്ക്കുന്നൊരു സീനുണ്ട്. ആ ട്രെയിലറിൽ ആ സീനുണ്ട്. ആ സീൻ അപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ എന്തോ സംതിങ് ഉണ്ട് എന്ന് തോന്നിയിരുന്നു. പക്ഷേ ആ ഒരു സീൻ അവസാന സമയത്തൊക്കെ വരുന്ന സമയത്ത് എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീൽ. നമ്മുടെ കണ്ണൊന്നും അറിയില്ല, വേറെ എന്തൊക്കെയോ ഒരു ഫീലിങ്സൊക്കെ നമുക്ക് വരും. ആ ഒരൊറ്റ സീൻ മതി നമുക്ക് ലാലേട്ടൻ്റെ ഗംഭീര പഠനം കാണാനായിട്ട്. സിനിമയുടെ ത്രൂ ഔട്ട് നല്ല നല്ല പഠനം തന്നെയാണ് കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അധികം പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വക്കീലാണ്. ഒരു കേസ് വരുന്നു, കേസ് ഏറ്റെടുക്കുന്നു, തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സൂപ്പർബായിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ഈ അടുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ലാലേട്ടനെ. അതും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയത്തക്ക റോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിദ്ദിഖിൻ്റെ പഠനമാണ്. നല്ലൊരു കിടിലൻ ഡിഫെൻസീവ് ലോയറായിട്ടാണ് നിൽക്കുന്നത്. വളരെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾ തിരിച്ചു മറിച്ചും ചോദിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ അത് കാണുമ്പോഴാണ് നമ്മൾ കോർട്ടിനകത്ത് എത്രത്തോളം പരിപാടികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വക്കീലന്മാർ മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കുന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. ഓൾസോ പ്രിയാമണിയുടെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് നന്നായിട്ടുണ്ട്. അനശ്വരയുടെ റോൾ പറയേ വേണ്ട. ആ ഒരു റോളിന് ഭയങ്കര സോളുണ്ടായിരുന്നു ആ റോളിന്. കാരണം ഒരു കണ്ണ് കാണാത്തൊരു ആളായിട്ടാണ് ഇതിൽ അനശ്വര അഭിനയിച്ചിരിക്കുന്നത്. ആ റോള് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വാക്കുകളിൽ അത്രയും രസകരമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ. ഈവൻ ശാന്തി മായാദേവിയും സപ്പോർട്ടീവായിട്ടൊരു റോളായിട്ട് ചെയ്യുന്നുണ്ട്. അതും അടിപൊളിയായിട്ടുണ്ട്. ജഗദീഷ് അടിപൊളി. ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ സൂപ്പറായിട്ടുണ്ട്. പക്ഷേ എടുത്ത് പറയത്തക്ക റോളായിട്ട് തോന്നിയത് ലാലേട്ടൻ്റെ അനശ്വരയുടെയും സിദ്ദിഖിൻ്റെയും പഠനമാണ്. ഔട്ട്സ്റ്റാൻഡിങ് സൂപ്പർബായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിനിമ ഇങ്ങനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ പോകുമ്പോൾ സിനിമയിൽ മെജോറിറ്റി ഓഫ് ദ പോർഷൻ, ഓൾമോസ്റ്റ് ഒരു 90 to 85% ഓഫ് പോർഷൻ കോർട്ടിലാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ആ കോർട്ടിലത്തെ സീൻ കാണാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരു സീൻ കഴിഞ്ഞ് ഇനി എപ്പോഴാണ് അടുത്ത കോർട്ട് റൂം സീൻ വരുന്നുണ്ടായിരിക്കും. അത്രയും എൻഗേജിങ് ആയിട്ട് ആ കോർട്ട് റൂം സീൻ കൊണ്ടുപോകാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇതിൻ്റെ സ്റ്റോറീനെയും ഡയറക്ടറെയും ഫസ്റ്റ് തന്നെ വലിയൊരു സല്യൂട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തുന്തോറും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ പോകുന്നുണ്ട്. തന്നെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങോട്ട് ഭയങ്കര ഒരു വോളി അങ്ങോട്ട് കൂട്ടി പീക്കിൽ കൊണ്ടെത്തിക്കുക. ആ ഒരു സമയത്തൊക്കെ കിട്ടുന്നൊരു ഗൂസ് ബംസ് എന്ന് പറയുന്നത് എൻ്റെ മോനെ ഒരു ഭയങ്കര ഒരു എഫക്റ്റ് ആയിരുന്നു. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് തന്നെ വേണം. ഇത് യൂഷ്വൽ ആയിട്ടുള്ളൊരു ക്ലീഷേ ടിപ്പിക്കൽ ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ടോ ഒരു ത്രില്ലർ മൂവിയായിട്ടോ അല്ല ഇതുവരെ കണ്ടതിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഈവൻ അതിൻ്റെ ക്ലൈമാക്സ് വരെ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് കരുതിയിട്ട് അൺപ്രഡിക്റ്റബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലൈമാക്സ് തന്നെ. ബട്ട് അതിനൊരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം ത്രില്ലർ സിനിമകൾ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമായിട്ട് തോന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനായിട്ടുള്ളത്. അത്രയും ഗംഭീരമായിട്ടുള്ള മൂവി. കാരണം ഈ ഒരു സിനിമയിൽ നിന്ന് കുറേ പഠിക്കാനായിട്ടുണ്ട്. എങ്ങനെ ഓരോ സംഭവങ്ങളും ഒരു സെറ്റപ്പ് ചെയ്യുന്നു എന്നുള്ളത്. ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ
കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. ഞാൻ അങ്ങനെ ഇരുന്ന് സിനിമയെ പറ്റി ഇങ്ങനെ ആലോചിക്കായിരുന്നവർ എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്തു, എങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തു. കോർട്ട് റൂമിൽ ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോർട്ട് ഡ്രാമയുടെ ഡ്യൂറേഷൻ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ജനുവരിയിൽ നടന്നൊരു കേസാണ്, ജനുവരിയിൽ നടന്നൊരു ഇൻസിഡൻറ്റിൻ്റെ വിധി വരുന്ന ഓൾമോസ്റ്റ് ഒരു നവംബർ ലാസ്റ്റ് ഡിസംബറിലാണ്. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ എടുക്കുന്നുണ്ട്. ആ ഒരു 1 ഇയർ നമുക്ക് പോയത് അറിയില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ബട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൺവേ ചെയ്തു പോകുന്ന തരത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള മൂവി. ഈ അടുത്തൊന്നും ഇത്രയും ഗംഭീര ഒരു ത്രില്ലർ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ത്രില്ലർ എന്നുള്ള രീതിയിൽ ഒരു ന്യൂ ഡെഫിനേഷൻ ഓഫ് എ ത്രില്ലർ, അല്ലെങ്കിൽ ഒരു ന്യൂ മോഡ് ഓഫ് എ ത്രില്ലർ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതുവരെ കണ്ട ത്രില്ലറിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ത്രില്ലർ എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളും എഡിറ്റിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഞാനത് പറഞ്ഞ് സിനിമയെ പറ്റി അത് ഒന്നും താഴ്ത്തുന്നില്ല, കാരണം അതൊക്കെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. സോ നിങ്ങൾ സിനിമ ഏറ്റവും അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് നിറഞ്ഞ സദസ്സിൽ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ളൊരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടുള്ളത്. ഞാൻ ഈ അടുത്തും എനിക്ക് തോന്നുന്നു ജയിലറൊക്കെ കണ്ടതിനൊക്കെ ശേഷം അല്ലെങ്കിൽ അതിനുശേഷം വല്ല സിനിമ ഇത്ര അധികം ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഈ സിനിമയെ ഞാൻ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു എക്സ്പെക്റ്റേഷന് മേലേക്ക് ഈ സിനിമ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണുക. സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.